പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കണ്ണട വച്ച കുരങ്ങച്ചന്റെ കഥ കേൾക്കൂ. മഹാവികൃതിയായ ചിപ്പുക്കുരങ്ങൻ ഒരു ദിവസം കാടിനരികിലുള്ള വഴിയിലൂടെ മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടിച്ചാടി പോവുകയായിരുന്നു. അതിലൂടെ മനോഹരമായ കണ്ണട വച്ച് നടന്നു പോകുന്ന ഒരാളുടെ മുഖത്ത് തിളങ്ങുന്ന കണ്ണട കണ്ടപ്പോൾ ചിപ്പുവിന് കൊതിയായി. അവൻ മരക്കമ്പിൽ തൂങ്ങിയാടിച്ചെന്ന് കണ്ണട തട്ടിയെടുത്തു. കണ്ണട വച്ചിരുന്നയാൾ, ഹോയ് കുരങ്ങൻ, എൻ്റെ കണ്ണട, എൻ്റെ കണ്ണട എന്നൊക്കെ വിളിച്ച് പുറകെ ചെന്നെങ്കിലും നിമിഷ നേരം കൊണ്ട് കുരങ്ങച്ചൻ അപ്രത്യക്ഷനായി. കണ്ണട കിട്ടിയതോടെ ചിപ്പുവിന് വലിയ ഗമയായി. അവൻ അത് ഉത്സാഹപൂർവം മുഖത്തു വച്ചു. എന്നിട്ട് ഗമയോടെ നടക്കാൻ തുടങ്ങി. കണ്ണട വച്ച കുരങ്ങച്ചൻ ആദ്യം കാണുന്നത് മരത്തിനു മുകളിലിരിക്കുന്ന വലിയൊരു ജീവിയെയാണ്. അയ്യോ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് അവൻ ഓടി. എന്താണ് സംഭവിച്ചതെന്ന് വച്ചാൽ, കണ്ണട വച്ചപ്പോൾ അവന് എല്ലാം വലുതായി കാണാൻ തുടങ്ങി. മരത്തിലിരുന്ന അണ്ണാനെ കണ്ടപ്പോൾ ഏതോ ഭീകര ജീവിയാണെന്ന് കരുതിയാണ് കുരങ്ങച്ചൻ പേടിച്ചോടിയത്. ഓടി ഓടി അവൻ പുഴക്കരയിലെത്തി. അവിടെ പാറപ്പുറത്തൊരു കുഞ്ഞാമ ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ണടയിലൂടെ നോക്കിയപ്പോൾ അതൊരു മുതലയാണെന്ന് ചിപ്പുവിന് തോന്നി. പേടിച്ച് മറുവശത്തേക്ക് നീങ്ങിയപ്പോൾ വലിയൊരു തിമിംഗല സ്രാവ് പോലെ ഒരു മത്സ്യം. കണ്ണട കൊണ്ട് വലുതായി കണ്ട കുഞ്ഞു മീനായിരുന്നു അത്. അവൻ പേടിച്ചു വിറച്ചു. അയ്യോ മുതല, സ്രാവ് എന്നൊക്കെ വിളിച്ച് അവൻ ഓടി. മുതലേച്ചൻ എന്നെ പിടിക്കാൻ വരുന്നേ എന്ന് പറഞ്ഞ് ഒരൊറ്റ ചാട്ടം. ചെന്നു വീണതൊരു വാഴക്കൂട്ടത്തിലേക്കായിരുന്നു. വാഴക്കൂട്ടത്തിലെ ചുണ്ടലിയെ കണ്ടവൻ അതിലും ഭയന്നു. അയ്യോ ഭൂതം എന്ന് പറഞ്ഞ് കുട്ടിക്കുരങ്ങൻ നിലവിളിച്ചു. അത് കണ്ട് മരക്കമ്പിലിരുന്ന കാക്കമ്മ പറഞ്ഞു, മണ്ടച്ചാരേ, അതൊരു എലിയാണ്. നീ കണ്ണട വച്ചതുകൊണ്ട് വലുതായി കണ്ടതാണ്. അത് കേട്ട് ചുറ്റുമുള്ള മൃഗങ്ങളും പക്ഷികളും കൂവി ആർത്തട്ടഹസിച്ചു, ഒരുമിച്ച് ചിരിച്ചു. ചിപ്പു കണ്ണട മാറ്റി നോക്കിയപ്പോൾ ശരിയാണ്, ചിന്നൻ ചുണ്ടലി കിഴങ്ങു മാന്തുകയായിരുന്നു. അവൻ നാണത്തോടെ പറഞ്ഞു, ആവശ്യമില്ലാത്ത പണിക്ക് പോയതാണ് പറ്റിയത്. ആ മനുഷ്യൻ്റെ കണ്ണട തട്ടിയെടുക്കണ്ടായിരുന്നു. അത് കേട്ട് കാക്കച്ചി പറഞ്ഞു, അവനവന് ചേരാത്ത വസ്തുക്കൾ കൊണ്ടു നടക്കരുത്. ചിപ്പു ചമ്മലോടെ കണ്ണട ഉപേക്ഷിച്ച് നടന്നു നീങ്ങി.